ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. മണ്ണാർശാല വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നോർത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. അപ്പോൾ അതാ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ഇനി ഈ ഓട്ടോറിക്ഷ കയറിയിട്ടാണ് എറണാകുളം നോർത്ത് ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നോർത്ത് ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പോകാം. അപ്പോൾ അത് അങ്ങനെ നോർത്ത് ബസ് സ്റ്റാൻഡിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അത് ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുന്നതിനേക്കാളും മുമ്പ് തന്നെ കായംകുളം ബസ് വന്ന് നിൽക്കണ്ടായിട്ടോ. അപ്പോൾ ഈ ഒരു ബസ്സിൽ തന്നെയാണ് സ്ഥിരമായിട്ട് പോകാറ്. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് പോണത്. അപ്പോൾ ഈ ഒരു ബസ് 8 മണി ആകുമ്പോഴാണ് എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു 7:41 ആയപ്പോൾ തന്നെ ബസ് അവിടെ നിന്ന് എടുത്തായിരുന്നു. അങ്ങനെ എറണാകുളത്തു നിന്ന് ഒരു 3 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഹരിപ്പാട്ടേക്ക്. അവിടെ നിന്ന് ഹരിപ്പാട്ട് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു 5 മിനിറ്റോളം ഉണ്ട് മണ്ണാർശാലയ്ക്ക്. അങ്ങനെയാണ് പോണത്. അങ്ങനെ ഇപ്പോൾ അതാ ബസ് ഇനി അപ്പോൾ അവിടെ എത്താറാകുമ്പോഴുള്ള വീഡിയോ കാണാം. അങ്ങനെ ഹരിപ്പാട് എത്താറായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതൊരു ബീച്ചിൻ്റെ സൈഡാണ്. ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണൊന്നും ഇങ്ങനെ മര്യാദക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. വണ്ടി നല്ല സ്പീഡിലായിരുന്നു പോകുന്നുണ്ടായത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞ് ഹരിപ്പാട് എത്തും. അങ്ങനെ ഇതാ നമ്മുടെ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാല് കഴുകിയിട്ട് വേണം അമ്പലത്തിലോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കാല് കഴുകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ മാത്രമാണ് കുളത്തിലോട്ടേക്ക് ഇറങ്ങാൻ പറ്റൂ. മറ്റേ ഭാഗത്തൂടെ ഒന്നും കുളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ കാലൊക്കെ കഴുകി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് വന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് വലിയ തിരക്കും ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഞാൻ പോരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളിലോട്ട് കയറിയാണ്. ഇതിൻ്റെ പുറത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. മാർച്ച് മാസമായപ്പോൾ തന്നെ അല്ലേ, അപ്പോൾ നല്ലൊരു ചൂടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ പറയണ്ടല്ലോ, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണവായിരുന്നു. അങ്ങനെ ഇതിനെക്കാട്ടും മുമ്പ് ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇത് വീഡിയോസൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയം മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് നിന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ബോർഡ് കണ്ടത്. ഇങ്ങനെ അകത്ത് വീഡിയോ അലവടെ അല്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ബോർഡ് കണ്ട സ്ഥിതിക്ക് പിന്നെ അത് എടുക്കേണ്ടത് ശരിയല്ലല്ലോ. അപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ അതാ കുളത്തിൻ്റെ അപ്പുറത്തോട്ട് ഭാഗത്തിലോട്ട് വന്നിട്ട് അപ്പോൾ അത് അവിടെ നിന്നും കഴിഞ്ഞതാണ്. ഇപ്പോൾ പുറത്തോട്ട് നടക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇനി അന്നദാന മണ്ഡപത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ചൂടായി. ഇപ്പോൾ ഇതാ അന്നദാന മണ്ഡപമാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ടോക്കൺ കൊടുക്കണ്ടേ. സത്യം പറയാമല്ലോ ഗൈസ്, എനിക്ക് വിശന്ന് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും വിശന്നിട്ട് വലഞ്ഞൊരവസ്ഥയായിരുന്നു. അങ്ങനെ ടോക്കണൊക്കെ കിട്ടി, ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും പിന്നെ വേറൊരു കറി ഉണ്ടായി, പിന്നെ അച്ചാറും മോരൊക്കെ ആയിട്ട്. വിശപ്പിന് നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ തരുന്നുണ്ടായി. അങ്ങനെ ഫുഡ് കഴിക്കുന്നിടത്ത് തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ക്യൂ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് 668ാമത്തെ കൂപ്പണായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വിശ്രമിച്ച് കഴിഞ്ഞ് ചെരുപ്പ് എടുത്തു കഴിഞ്ഞിട്ട് അതാ ബസ് വന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് ഹരിപ്പാട്ട് സ്റ്റാൻഡിലോട്ട് പോയി ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് എറണാകുളത്തോട്ടുള്ള ബസ് കയറുന്നത്. അങ്ങനെ ഇപ്പോഴും തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നട അടച്ചിരിക്കണ സമയമെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ബസ്സിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അതാ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബസ് എടുത്തത്. അപ്പോൾ അതാ നോക്കിയപ്പോൾ കുറേ മാങ്ങ ആയി നിൽക്കുന്നുണ്ട്. അവിടെ 2 മാവിലുള്ളത് അത്യാവശ്യം നല്ലോണം മാങ്ങയൊക്കെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ബസ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിലോട്ടുള്ള ഭാഗത്തൂടെയാണ് കേട്ടോ ഇങ്ങനെ ബസ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് തെറ്റ് കാര്യങ്ങളും മറ്റുണ്ട്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.